കഴിഞ്ഞ 10 വർഷമായിട്ട് പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് എൽദോസ് പി കുന്നിപ്പിള്ളയാണ്. അദ്ദേഹം നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചു. പക്ഷേ ഇത്തവണ സീറ്റ് കൊടുക്കില്ല, കളങ്കിതനാണ്. ഇതാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനും സീറ്റില്ല, പാലക്കാട്ട് മത്സരിച്ചാണ്, ഇതേ കളങ്കിതനാണ്. പക്ഷേ വി ഡി സതീശൻ ഈ സീറ്റ് നിഷേധിക്കുന്നതുകൊണ്ട് എൽദോസ് കുന്നിപ്പിള്ളി ഇപ്പോൾ ഡൽഹിയിലുണ്ട്. എങ്ങനെയാണ് സീറ്റ് മേടിച്ചെടുക്കാനായിട്ട്? ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വി ഡി സതീശനായതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും സീറ്റ് നിഷേധിക്കുന്നു. പക്ഷേ ഇതുപോലൊരു കളങ്കിതനായ പി കെ ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു, സ്ഥിരീകരിച്ചിട്ടില്ല. വി ഡി സതീശനാണോ ഈ കളിയെല്ലാം നടത്തുന്നത്? എന്ന് വിചാരിക്കേണ്ടി വരും. ഇപ്പം ഒറ്റപ്പാലത്തെ UDF കാൻഡിഡേറ്റ് ആയിട്ട് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പി കെ ശശിയെ തീരുമാനിക്കും. പി കെ ശശിക്ക് എതിരെ CPM-നകത്ത് നിൽക്കുമ്പോൾ ഏറ്റവും വലിയ ആരോപണം ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും ഉച്ചത്തിൽ പറഞ്ഞ നേതാവാണ് ഈ സതീശൻ. എന്താരോപണം? പി കെ ശശി അഴിമതിക്കാരനാണ് ഉള്ളതിനപ്പുറം പി കെ ശശി ഒരു ഒന്നാം തരം പെണ്ണുപിടിയനാണ്. പല കേസുകളും ഉണ്ടായിട്ടുണ്ട്, തെളിവുകളുണ്ട്. അതിനെയെല്ലാം മറച്ചു പിടിച്ച് ഒരുപക്ഷെ CPM അയാളെ സംരക്ഷിക്കുന്നു. CPM അയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊടുത്ത പരാതി പോലീസിൽ ഏൽപ്പിക്കാതെ പാർട്ടിക്കകത്ത് വെച്ച് പാർട്ടി തീരുമാനം അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ഈ പറയുന്ന പീഡനത്തിന് തീവ്രതയില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ നടന്നിട്ടില്ല. ആ രീതിയിലൊക്കെയുള്ള ഒന്ന് ശ്രീമതിയും എനിക്കൊന്ന് ബാലനുമായിരുന്നു തോന്നുന്നു അത് അന്വേഷിച്ചത്. അപ്പം ആ പി കെ ശശി ഇപ്പം ഒറ്റപ്പാലത്ത് UDF-ൻ്റെ കാൻഡിഡേറ്റിനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതേ കാരണം എൽദോസ് കുന്നപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ അവിടെ നിന്ന ആൾ, അതിനുശേഷം 10 കൊല്ലം MLA ആൾ, ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ 17,000-ഓളം വീടുകൾ അദ്ദേഹം കയറിക്കഴിഞ്ഞു അടുത്ത ഇലക്ഷന് വേണ്ടി. അദ്ദേഹത്തെ പറ്റി ഒരു പെണ്ണ് കേസ് വന്നു, കേസുണ്ടായിരുന്നു, ഒളിവിൽ പോയി ജാമ്യം എടുത്ത് വെളിയിൽ വന്നു. അതിനകത്ത് വാസ്തവം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് അറിയത്തില്ല. അപ്പം എൽദോസ് കുന്നപ്പള്ളി ഈ കാരണം കൊണ്ട് അവിടെ മാറ്റി നിർത്തുന്നു. അതിനകത്ത് അജണ്ടയുണ്ട്. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥി അല്ലാതെയാകുന്നു. മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഈ വിഷയം വന്നപ്പോൾ, പുറകെ വിഷയം വന്നപ്പോൾ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനും BJPക്ക് പോലും ആ വിഷയത്തിനകത്ത് താല്പര്യമില്ലാത്ത രീതിയിൽ കോൺഗ്രസിനകത്തു നിന്നുള്ള നേതാക്കന്മാർ വളരെ കൃത്യമായിട്ട് ഇടപെടുകയും അതിനകത്ത് ഈ പറഞ്ഞ കളങ്കിതരല്ലാത്തവർ നിറഞ്ഞു നിൽക്കുന്നത് പോലെ നമ്മളതിനകത്ത് ഓരോരുത്തരുടെയും ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചാലും പുറകോട്ട് പരിശോധിച്ചാലും ആരില്ലാതെ ഒരാൾ പോലും പിന്നെ കോൺഗ്രസിനകത്ത് കാണത്തില്ല. ഇപ്പം നിൽക്കുന്ന നേതാക്കന്മാരുടെ പേര് പറയും. അപ്പോൾ ഇയാൾക്കെതിരെ ആരോപണം വന്നു, പരാതി വന്നു, തുടരെ പരാതി വരുന്നു. പരാതി ലണ്ടനിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത്, ഗൾഫിൽ നിന്ന് വരുന്നു, UAE നിന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു, എല്ലായിടത്തും വരുന്നു. എന്തായാലും അയാൾ പുറത്തായി. അയാളുടെ പേരിലും ഈ പറയുന്ന ആരോപണമാണ്. ആരോപണം ശരിയാണെങ്കിൽ അയാൾ പുറത്ത് നിൽക്കണം. പക്ഷേ ഈ ആരോപണം കോൺഗ്രസിനകത്ത് എൽദോസിനും അല്ലെങ്കിൽ ഈ പറയുന്ന മാങ്കൂട്ടത്തിനും ആകുമ്പോൾ അതേ ആരോപണമുള്ള ഒരാളെ പാർട്ടി കൊള്ളില്ല എന്ന് കണ്ട് CPM പുറത്താക്കി നടപടിയെടുത്ത് ബ്രാഞ്ചിൽ വെച്ച് ഒഴിവാക്കാൻ നിർത്തിയിരുന്ന ഒരാളെ അവിടെ ചെന്ന് കണ്ടുപിടിച്ച് വിസ്മയമാക്കി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് കൃത്യമായ അജണ്ടയുണ്ട്. നമ്മൾ ഈ സുധാകരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പ്രകാശിൻ്റെ കാര്യം, സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ, അതിനകത്ത് അവരെ നേരത്തെ കരുതി കൂട്ടി മത്സരിക്കാൻ ഉതകാത്ത രീതിയിൽ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി കണക്ക് കൂട്ടി പാർട്ടിക്ക് വേണ്ടി നിൽക്കണമെന്ന് പറഞ്ഞ് MP-മാരാക്കി മത്സരിപ്പിക്കുന്നു. അതിനുശേഷം നിയമസഭയിൽ മത്സരിപ്പിക്കാൻ ഈ പറയുന്നത് പോലെ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറയുന്നു. അവസാനം കാലുവാരുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ MP-മാർ മത്സരിക്കേണ്ട. ആ കാരണം കൊണ്ട് പ്രധാനപ്പെട്ട തങ്ങൾക്ക് എതിരായിട്ട് വരാൻ നാളെ കാലത്ത് എണ്ണം കൂടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ ആരും അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറയാത്ത സുധാകരനെതിരെയുള്ള പണി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സീറ്റില്ല, ഇപ്പോഴും സമ്മർദ്ദം. പ്രകാശിൻ്റെ എതിരെയുള്ള പണി അതേ രീതിയിൽ വരുന്നു, ഇതുവരെ സീറ്റില്ല, ഇപ്പോഴും സമ്മർദ്ദത്തിലാണ്. അപ്പം അതേ അവസ്ഥയിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കളി എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ഈ താല്പര്യക്കാർ ഇപ്പം ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം കോൺഗ്രസിൻ്റെ രമേശ് ചെന്നിത്തല ആളിനെ നിർത്തണം, KC വേണുഗോപാലിൻ്റെ ആളിനെ നിർത്തണം, വി ഡി സതീശൻ്റെ ആളിനെ നിർത്തണം. കാരണം ഇതിനകത്ത് അവസാനം എണ്ണമെടുപ്പ് വരും. തർക്കം വരുമ്പോൾ MLA-മാരുടെ എണ്ണം കൂടുതൽ ഉണ്ടാകുന്ന ആളിനെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിക്കുന്ന രീതിയിൽ വന്നാൽ ആ എണ്ണം എടുക്കണമെങ്കിൽ ഇപ്പം തന്നെ ഇവരുടെ താല്പര്യമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിച്ചാലല്ലേ പറ്റൂ. ഇപ്പം മത്സരിപ്പിക്കുന്നവർ ജയിക്കുമോ തോക്കുമോ എന്നുള്ളതിനെക്കാട്ടി റിസ്ക് തൻ്റെ ഭാഗം നിൽക്കുന്നവർ മത്സരിക്കണം.
മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ഇത്ര MLA-മാരുടെ പിന്തുണ ബോധ്യപ്പെടും, കൂടുതൽ പേരുടെ പിന്തുണ. അപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥി നമ്മൾ പറയുന്നോ നിന്നാൽ മതി, ജയിക്കോ തോക്കോ എന്നുള്ള വിശേഷം. അപ്പൊ എൽദോസ് കുന്നപ്പള്ളി അവിടെ ഷുവറായിട്ട് ജയിക്കുന്ന ആളാ. അയാൾക്കെതിരെ അയാളെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഈ വിഷയമായിട്ട് ആദ്യം വന്നതെന്ന് പറഞ്ഞാൽ കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ ഇല്ല. അവിടെ മത്സരിച്ചാൽ ജയിക്കുമോ, സിറ്റിംഗ് MLA മത്സരിച്ചാൽ ജയിക്കുമോ എന്നുള്ള ഉറപ്പില്ല. അപ്പൊ ആ കുഴൽനാടൻ അവിടെ വന്നു. അപ്പോൾ കുഴൽനാടൻ അവിടെ വന്നപ്പോൾ ആ കളി നടക്കാതെ വന്നു. കുഴൽനാടൻ തിരിച്ച് മൂവാറ്റുപുഴയിലേക്ക് പോയി. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. അപ്പം ഈ പറയുന്ന എൽദോസ് കുന്നപ്പള്ളിയെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം പെണ്ണുപിടിയൻ ആണെന്ന് വരുത്തി ക്ലെയിം ഉള്ളവനാണ്, ഈ പറയുന്ന ആരോപണമുള്ളവനാണ്, കളങ്കിതനാണെന്ന് പറയുന്നതിന്റെ കാരണം DCC പ്രസിഡന്റ് ഷിയാസിന് ഷുവർ സീറ്റ് വേണം, ജയിക്കുന്ന സീറ്റ്. ഇപ്പൊ കൊച്ചിയിൽ പരിഗണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല അതിനകത്ത് ഷുവർട്ടി ഇല്ല. ഈ പറയുന്ന ഇവിടെ തന്നെ സാമുദായികമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം ഒക്കെ കൂടുതൽ കണക്കിലെടുക്കുന്ന ആണല്ലോ കോൺഗ്രസ്. 3 പേരാണ് ഇപ്പൊ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഇവിടെ കൊച്ചിയിൽ തന്നെ. ഒന്ന് കൊച്ചിയിൽ ഷിയാസ് വന്നാൽ അതൊന്ന്, 2 കളമശ്ശേരിയിൽ ഗഫൂർ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, അൻവർ സാവത്ത് കോൺഗ്രസിന്റെ ആലുവ സ്ഥാനാർത്ഥി, അയാൾ അവിടുത്തെ MLA അല്ലേ. അപ്പൊ സിറ്റിംഗ് ഇപ്പൊ ഈ കൊച്ചിയിലെ സീറ്റ് മാറ്റിയിട്ട് ഈ കുന്നപ്പള്ളിയുടെ സീറ്റ് വാങ്ങിച്ചെടുക്കാൻ, അദ്ദേഹത്തെ നിർത്താതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം വളരെ കൃത്യമായിട്ട് ഹൈക്കമാൻഡിന്റെ അടുത്ത് പറഞ്ഞ് ഇടപെട്ടാണ് അയാളുടെ സീറ്റ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ VD സതീശൻ ചെയ്തൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഒരു ന്യൂനപക്ഷ സമുദായത്തെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തെ അവിടെ കൊണ്ടുവരുന്നു. കാരണം ഈ എൽദോസ് പി കുന്നപ്പള്ളി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ക്രൈസ്തവ സമുദായവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തെ മാറ്റി നിർത്തുമ്പോൾ ഷിയാസിനെ അവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ ഷിയാസ് കഴിഞ്ഞ കുറേ കാലമായിട്ട് എറണാകുളം ജില്ലയിൽ VD സതീശന് വേണ്ടി കൃത്യമായിട്ട് വഴിയൊരുക്കി കൊടുക്കുകയാണ്. എന്ത് VD സതീശൻ പറയുന്നു അത് വളരെ കൃത്യമായിട്ട് അക്കമിട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു DCC ഭാരവാഹിയാണ്. അതുകൊണ്ട് DCC പ്രസിഡന്റ് ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരണം, വിജയിപ്പിച്ചെടുക്കണം. അത് VD സതീശന്റെ ആവശ്യം കൂടിയാണ്. മാത്രമല്ല നാളെ ഈ MLA-യുടെ പിന്തുണ കൂടി VD സതീശന് വന്നാൽ മുഖ്യമന്ത്രി ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ പല ചർച്ചകളും സംസാരിക്കുന്ന പോലെ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നല്ല ഇവർക്ക് താല്പര്യം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ VD സതീശന്റെ താല്പര്യം VD സതീശന്റെ ഭാഗമായിട്ട് നിന്ന് അധികാരത്തിൽ വന്നാൽ മതി. രമേശ് ചെന്നിത്തലയുടെ താല്പര്യം അയാളുടെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മതി. KC വേണുഗോപാലിനും അത് തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാം താല്പര്യം കോൺഗ്രസ് അല്ല, കോൺഗ്രസ് എനിക്ക് സ്വന്തം താല്പര്യം. അതിനുശേഷം അതിനിപ്പോ ഞാൻ ചോദിച്ചിട്ടെ, ഷിയാസിനെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചാൽ ജയിക്കുമെന്നതാ ഉറപ്പ്. അല്ല, ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ അനുകൂല സീറ്റാണെന്നുള്ളത് കൊണ്ടാണ്. നേരത്തെ അവിടെ നിന്ന് സാജു പോളാണ്. സാജു പോളിന് വലിയ ജനകീയതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാജു പോളിനെ തോൽപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ എൽദോസ് കുന്നപ്പള്ളി കാണിച്ച മികച്ച പ്രകടനമാണ്. അതുകൊണ്ടാണ് സാജു പോൾ വേറെ അനുഗ്രഹമായിട്ട് വേറെ കാര്യം ഇല്ല. കൊലക്കേസ് വന്നില്ലേ, ആ കൊലക്കേസിനകത്ത് ഈ എൽദോസ് കുന്നപ്പള്ളിക്ക് മുമ്പേ CPM-ന്റെ കുത്തകയായിട്ടിരുന്ന സീറ്റ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഈ പറയുന്ന MLA സാജു പോൾ, അയാൾ ഒന്നും പറഞ്ഞിട്ട് ഉള്ളതല്ല കൊലപാതകം. പക്ഷെ മാധ്യമ അജണ്ടയുടെ ഭാഗമായിട്ട് അന്ന് ജിഷ കൊലക്കേസ് ഒരുപക്ഷെ CPM-ന്റെ തലയിലേക്ക് വന്നു, അവിടുത്തെ MLA-യുടെ തലയിലേക്ക് വന്നു. അതിന്റെ കെയർഫിൽ ജയിച്ചാണ്. ജയിച്ചതിന് ശേഷം മണ്ഡലം നോക്കുന്നതിനകത്ത് എൽദോസ് കുന്നപ്പള്ളി വളരെ കൃത്യമായിട്ട് നിന്നതുകൊണ്ടാണ് പിന്നെ തുടരെയായിട്ട് ജയിച്ചു വരുന്നത്. അയാൾ അവിടുത്തെ ജനകീയ MLA തന്നെ, എത്ര പറയുമ്പോഴും ജനകീയ MLA ആണ്. അപ്പം ആ ജനകീയ MLA ഇപ്പൊ എന്തുകൊണ്ടാണ് സിറ്റിംഗ് സീറ്റുകൾ മാറ്റി കൊടുക്കാൻ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA-മാരെ അവിടെ തന്നെ തീരുമാനിച്ചാൽ മതിയെന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ജയിക്കണം, അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷുവറായിട്ടും ജയിക്കുന്ന ഒരു സീറ്റാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ. എത്ര പറയുമ്പോഴും പാലക്കാട് പിഷാരടി വന്നാലിനെക്കാട്ടിൽ ജയിക്കാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന മാങ്കൂട്ടമായിരുന്നു. ഇപ്പോഴും പാലക്കാട് മാങ്കൂട്ടത്തിന് വ്യക്തിപരമായ സാധ്യത വളരെ കൂടുതലാണ്. വ്യക്തിപരമായിട്ട് 10-20,000 വോട്ട് നിന്നാൽ പിടിക്കാൻ സാധിക്കുമെന്നാണ് മാങ്കൂട്ടം പറയുന്നത്. ആരോപണം വെളിയിൽ കിടക്കുമ്പോൾ വോട്ട് അത് രക്ഷിക്കാനാണെങ്കിൽ ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ കളങ്കിതരാണെങ്കിൽ, മാങ്കൂട്ടം കളങ്കിതരാണെങ്കിൽ, ഏറ്റവും വലിയ കളങ്കിതനും ഏറ്റവും വലിയ അഴിമതിക്കാരനും ഏറ്റവും വലിയ പെണ്ണുപിടിയനും ഉറക്കെ പ്രതിപക്ഷവും കോൺഗ്രസും പറഞ്ഞ ഈ PK ശശി, അതുപോലെ തന്നെ അത് കണ്ട് CPM-ന് യോഗ്യനല്ല, എത്ര ജനകീയനാണെങ്കിലും 2 വട്ടം MLA ആക്കിയെങ്കിലും പാർട്ടിക്കകത്ത് ചിലരുടെ താല്പര്യം കൊണ്ടാണെങ്കിലും KTDC ചെയർമാനായിട്ട് നിർത്തിയതും ഒക്കെ ഇനി അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് ഒരുപക്ഷെ ഗോവിന്ദൻ മാഷ് തീരുമാനിച്ച് പാർട്ടി നടപടിയെടുത്ത് മാറ്റി നിർത്തിയിരുന്നവളെ കയറാനിരിക്കുന്ന കുരങ്ങിന് ഏണി എന്ന് പറഞ്ഞ പോലെ ചാടാൻ നിന്നപ്പോൾ അതിനകത്ത് കൊണ്ട് സ്ഥാനാർത്ഥിയാക്കുക. അപ്പൊ താല്പര്യങ്ങളാണല്ലോ വിഷയം. ഒരുപക്ഷെ അയാൾ വന്നാലും ജയിച്ചാലും നാളെ കാലത്തെ VD സതീശന്റെ കൂടെ നിൽക്കും. ഇപ്പൊ VD സതീശൻ സുധാകരനെ ഒതുക്കുന്നതും എൽദോസിനെ ഒതുക്കുന്നതും ഈ പറയുന്ന മാങ്കൂട്ടത്തിനെ ഒതുക്കിയതുമൊക്കെ അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് ഒൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അയാൾ കളങ്കിതരെ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും പറയുന്നു. ഞാനാണ് ശരി, ഞാനാണ് ഈ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുന്നത്, ഞാൻ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആളാണ്, എനിക്ക്
ഒന്നും വേണ്ട എന്ന് പറഞ്ഞിറങ്ങുന്നതല്ല. എല്ലാം വേണം. വേണ്ടതിന് വേണ്ടി ആ പാർട്ടിയെയും ആ സംവിധാനത്തെയും ഒക്കെ ഇല്ലായ്മ ചെയ്താണെങ്കിലും സ്വന്തം താല്പര്യം സംരക്ഷിക്കണമെന്നുള്ള അജണ്ടയാണ് ഇതിൻ്റെ പിറകിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഈ ശശിക്ക് ഉള്ളതിനെക്കാട്ടിൽ വ്യത്യസ്ത ഒന്നും ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം കൊണ്ട് എന്താ പറയുക, ഈ പെരുമ്പാവൂര് മനോജ് മുത്തേടത്ത് എന്ന് പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹത്തിന് വേണ്ടി സിറോ മലബാർ സഭ വലിയ രീതിയിൽ കരുക്കൾ നോക്കുന്നു. അപ്പോൾ ഈ മനോജ് മുത്തേടത്തിനെ കൊണ്ടുവരണമെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി അത്രയും മോശക്കാരനായിരിക്കണം. പക്ഷെ അങ്ങനെയല്ല, ജനകീയനാണ്. ഇനി ഇയാൾ അല്ലെങ്കിൽ ഉല്ലാസ് തോമസിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ ഇതിനെയെല്ലാം വി ഡി സതീശൻ വെട്ടിനിർത്തുക. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ക്രൈസ്തവ സഭയ്ക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ട് അവർ ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ ഷിയാസിനെ അവിടെ കൊണ്ടുവരുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരുന്നു, DCC പ്രസിഡന്റ് കൊണ്ടുവരുന്നു. ശരി, ഓക്കെ. പക്ഷേ സിറ്റിംഗ് MLA 10 വർഷമായിട്ട് ജയിച്ച MLA എന്തിനു മാറ്റി? അങ്ങനെ മാറ്റുവാണെങ്കിൽ എന്തുകൊണ്ട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള ഈ മനോജ് മുത്തേടത്തിനും ഉല്ലാസ് തോമസിനും സീറ്റ് കൊടുക്കാൻ ഈ VD സതീശൻ സമ്മതിച്ചില്ല? ഇതിനൊക്കെ സതീശൻ മറുപടി പറയണം. ഇപ്പോൾ വളരെ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വാർത്താ സമ്മേളനം കേട്ടോ, വളരെ പ്ലസന്റാണ്. പക്ഷേ ഇന്നലെ വരെ കണ്ട VD സതീശൻ്റെ ബോഡി ലാംഗ്വേജ് നമുക്കറിയാമായിരുന്നു. ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു. താൻ കൊണ്ടുവരുന്ന പണികളെല്ലാം തന്നെ മാധ്യമങ്ങൾ പുറത്താക്കുന്നു, സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയാകുന്നു, തൻ്റെ കള്ളക്കളികളെല്ലാം പൊളിക്കുന്നു എന്നുള്ളൊരു തോന്നൽ VD സതീശനുണ്ട്. ഇവിടെ ഷിയാസിൻ്റെ കാര്യത്തിലും സതീശൻ അടുത്ത കള്ളക്കളിക്ക് ഒരുങ്ങുന്നുവെന്ന് കോൺഗ്രസിലെ അണികളും നേതാക്കളും ഒരു ക്ലെയിം എടുത്താൽ എന്തായിരിക്കും പിന്നെ സതീശന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? സതീശന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല. പക്ഷേ സതീശൻ നമ്മളാരും കാണുന്ന ആ മുഖമല്ല സതീശൻ്റെ യഥാർത്ഥ മുഖം. സതീശൻ ഒരുക്കുന്നതിന് വേണ്ടി ഈ പാർട്ടിക്കകത്ത് അദ്ദേഹം പറയുന്ന കാരണങ്ങളൊന്നുമല്ല കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രമാണ്. അതിനുവേണ്ടി ഒരുപക്ഷെ നമ്മൾ ഈ പറയുമ്പം ഇത്രയും പ്രതിസന്ധി നിൽക്കുന്ന ആലോചിച്ചോണം, സതീശൻ്റെ താല്പര്യം എത്രത്തോളം വലുതാണെന്ന്. എൽദോസ് അവിടെ നിൽക്കട്ടെ, മാങ്കൂട്ടം അവിടെ നിൽക്കട്ടെ, ഹൈക്കമാൻഡിന് പോലും അന്തിമ തീരുമാനം എടുക്കുന്നതിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ സുധാകരൻ നിൽക്കും. ആ സുധാകരനെ വെട്ടിക്കളഞ്ഞേക്കാൻ എപ്പോഴും പറഞ്ഞേക്കുന്നത്. മനസ്സിലായി? സുധാകരൻ മാറിയെന്ന് മത്സരിച്ചാൽ എന്ത് പറയുമ്പോഴും കേരളം മൊത്തവും കോൺഗ്രസിനകത്ത് ഒരു അലേടി ഉണ്ടാവും, അല്ലെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയ്ക്ക് കുറവുണ്ടാക്കും. അത്രയ്ക്കാണ് സുധാകരൻ. ആ സുധാകരനെ മത്സരിപ്പിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ താല്പര്യം എന്ന് വന്നാൽ മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ അതിന് സുധാകരൻ മാറി നിന്നേ മതി. സുധാകരൻ ഇപ്പം നിൽക്കുന്നത് പോലെ വീണ്ടും നിന്നാൽ സുധാകരൻ തന്നെ മുഖ്യമന്ത്രിയാവും. മനസ്സിലാവുന്നുണ്ട്. അപ്പം സുധാകരനെ തീർക്കുന്നതിന് വേണ്ടി എത്ര നേരത്തെ അയാൾ തീരുമാനിച്ചിരുന്നു. അതുപോലെയാണ് ഈ എൽദോസിന്റെ കാര്യത്തിൽ ഇപ്പോൾ വരുന്നത്. അതുപോലെയാണ് മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ചിലതൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ തോന്നുന്നത്. അതായത് സതീശൻ വളരെ കരുതിക്കൂട്ടി, താല്പര്യങ്ങൾ തന്നോട് മാത്രം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ പാർട്ടിയോടില്ല എന്നതാണ് സതീശന്റെ മുഖം. യഥാർത്ഥ മുഖം സതീശൻ്റെത് വെളിയിൽ വന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.